പത്തനംതിട്ടയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കണം. അവിടെ മാർക്കറ്റുകളിൽ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കുമൊക്കെയാണ് കേട്ടോ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നത്. ആ കടകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കിലോഗ്രാമിന് 300 രൂപയാണ് കേട്ടോ ഉപ്പേരിക്ക് ഉത്രാട ദിനത്തിൽ വില. പക്ഷേ ഓണസദ്യക്ക് നമുക്ക് എങ്ങനെയാണ് വറുത്തുപ്പേരി ചിപ്സ് ഇല്ലാതെ നമ്മൾ ഓണം ഉണ്ണുക എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് പ്രവീൺ പുരുഷോത്തമൻ ചിപ്സ് വാങ്ങാൻ പോയപ്പോൾ കണ്ട കാഴ്ച നോക്കാം നമുക്ക്. പത്തനംതിട്ടയിൽ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക് ഈ സമയമായിട്ടും മാറിയിട്ടില്ല. നമുക്കറിയാം, ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഉപ്പേരി, ഒപ്പം തന്നെ ശർക്കര വരട്ടി അങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. ആ വീടുകളിലൊക്കെ ഈ ഉപ്പേരിയും ഒപ്പം തന്നെ ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ആളുകളും ഇപ്പോൾ കടകളിൽ ആണ് റെഡിമെയ്ഡായി ഈ ചിപ്സും ഒപ്പം തന്നെ ശർക്കര വരട്ടിയും ഒക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ നാം ദൃശ്യത്തിൽ കാണുന്നത് കളിയടക്കയാണ്. കളിയടക്ക ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാർ? നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കളിയടക്ക. ശർക്കര വരട്ടി, ഏത്തക്ക ഉപ്പേരി എല്ലാം. കളിയടക്ക എങ്ങനെയാണ്? എത്ര രൂപയാണ് വില? എത്ര രൂപയാണ് കളിയടക്ക വില? അരക്കിലോ 120 രൂപ. ഏത്തക്കയ്ക്ക് ഇന്നിപ്പം എങ്ങനെയാണ്? ഏറ്റവും ഒടുവിലിപ്പം വില എത്രയാണ്? ഏത്തക്കയ്ക്ക് ഇപ്പം 40 രൂപ 42 റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 1 കിലോയ്ക്ക് നമ്മൾ 320 നമ്മൾ വിൽക്കുന്നത്. ഇന്നിപ്പോൾ പത്തനംതിട്ട മാർക്കറ്റിൽ പച്ചവാഴയ്ക്കായ്ക്ക് കിലോയ്ക്ക് 50 രൂപയാണ് വില. ഇനിയിപ്പോൾ ഒരുപക്ഷെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ആ വില കുറയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 കിലോയ്ക്ക് 50 രൂപയിലധികം വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കണ്ടില്ലേ, ചിപ്സ് ഒക്കെ ആളുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ചിപ്സ് വാങ്ങിച്ചോ? വാങ്ങി. എത്ര രൂപയാണെന്ന് ചിപ്സിന്? 300 രൂപ കിലോയ്ക്ക്. 300 രൂപ. വീട്ടിലുണ്ടാക്കിയില്ലേ? അല്ല, ഇവിടുന്ന് വാങ്ങുന്നത്. നല്ല ഉപ്പേരി അവിടുത്തെ. ഞാൻ സംശയം ചോദിച്ചോ, നമ്മൾ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിന്റെ നിറം വേറെയാണ്. നമ്മളിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ കടും മഞ്ഞ നിറം. അതെന്താ? ഇത് ഉപ്പേരി പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. വീട്ടിൽ സാധാ എന്തിനൊക്കെ ഉണ്ടെങ്കിലും അരിഞ്ഞു തന്നാൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒന്ന് വെക്കാൻ പറ്റും. വീട്ടിലെ അമ്മമാര് പ്രൊഫഷണൽസ് അല്ലാന്നാണ് പറയുന്നത്. എല്ലാം അങ്ങനെയല്ല. ഇത് ഒരു പ്രത്യേക ഒരു മിഷനിലാണ് അരിയുന്നത്. മറ്റേത് വീട്ടിൽ കയ്യോണ്ടൊക്കെ അത് ആ ഒരു ലെവലിൽ കിട്ടൂല. പക്ഷെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എല്ലാം ഒരേ ആകൃതിയാണ്. ഇതിന്റെ നിറത്തിലും വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞത്. ഗുണമുണ്ട്, മണമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അങ്ങനെയുണ്ട് സാറേ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ 40 വർഷമായിട്ട് ഈ വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ ചില്ലറയായിട്ട് വിൽക്കുമ്പോൾ എങ്ങനെയാ വില വ്യത്യാസം ഉണ്ടോ? ഇത് തീർച്ചയായിട്ടും ചില്ലറേ ഉള്ളൂ. ഹോൾസെയിൽ കച്ചവടം ഇല്ല. ഇത് ചില്ലറേ ഉള്ളൂ. ചില്ലറയായിട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും ഇത് 300 രൂപയ്ക്കാണ് ഇപ്പോൾ ഇന്ന് വിപണിയിൽ. ഇപ്പം ഉത്രാടപ്പാച്ചിലാണ്, അതുകൊണ്ടാണോ ഈ 300 രൂപ? നാളെ ഇനിയും തിരുവോണമാണ്. അങ്ങനൊന്നുമില്ല. ഇത് കൂടത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അതിന്റെ പേരിലാണ്. കാരണം ഈ വയനാട് സംഭവത്തോടു കൂടിയാണ് ഇത് നമുക്ക് ഇനി ഒരു കൂട്ടിയ ഒരു വില നമുക്ക് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന ഒരു സന്ദർഭമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കടകളിലെല്ലാം വലിയ വിലക്കുറവ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കാണാം, വാഴക്കൊലയൊക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറായി കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ ഉച്ച സമയത്ത് പത്തനംതിട്ട മാർക്കറ്റിൽ ഇതിന് വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് 50 രൂപയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി 1 കിലോയ്ക്ക് 50 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. ഇനിയിപ്പോൾ നാളെ തിരുവോണമാണ്. ഇനിയിപ്പോൾ രാത്രി കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ വിലയിനും കുറയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പത്തനംതിട്ടയിൽ ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. രാത്രി വളരെ വൈകിട്ടും നഗരത്തിലെ എല്ലാ കടകളിലും നല്ല തിരക്ക് തന്നെയാണ്. പത്തനംതിട്ട മാർക്കറ്റിലും ഒപ്പം തന്നെ ഈ രീതിയിൽ ഉപ്പേരിയൊക്കെ വിൽക്കുന്ന കടകളിലും നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.